വിനായകനാണ് വിഷയം. വിനായകൻ എപ്പോഴും വിഷയമാണ്. സംഗതി ഈ അടുത്ത കാലത്തായിട്ട് വിനായകൻ ഒരു പ്രത്യേകതരം മൈൻഡ് സോണിലാണ്. ഫേസ്ബുക്കിൽ നിരന്തരമായിട്ട് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വൃത്തികേട് പറഞ്ഞ് പോസ്റ്റ് ഇടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിനായകൻ്റെ ഒരു ഹോബി എന്ന് തോന്നുന്നു. ഒരുതരം സാഡിസം ഉണ്ടല്ലോ ഒരാൾക്ക്. 10 ആളെ അങ്ങോട്ട് ചൊറിഞ്ഞ് തെറി വിളിച്ച് വേണ്ടാത്തരം പറയുമ്പോൾ കിട്ടുന്നൊരു മനസ്സുഖം. അതാണ് ബേസിക്കലി വിനായകൻ ഇപ്പോൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം കാര്യങ്ങൾ തുടങ്ങുന്നത് യേശുദാസ് ആൻഡ് അടൂരിൽ നിന്നാണ്. ഇവരെ കുറിച്ചിട്ടുള്ളൊരു പോസ്റ്റ് ഞാനിവിടെ സൈഡിൽ വെക്കുന്നുണ്ട്. അതിൽ ഭയങ്കരമായ തെറിവിളിയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൽ ഈ അടൂർ ഗോപാലകൃഷ്ണനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം ഞാനൊരു വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ദളിത് കാറ്റഗറിയിൽപ്പെട്ട സിനിമ എടുക്കുന്ന ടെക്നീഷ്യൻസിന് സർക്കാർ കൊടുക്കുന്ന ഫണ്ട് കൊടുക്കുന്നതിന് മുമ്പ് അവരെ സിനിമ എടുക്കുന്ന കാര്യങ്ങളൊന്നും കൂടി ഒരു ട്യൂട്ടോറിയൽ കൊടുക്കണം എന്നുള്ള രീതിക്ക് അയാൾ പറഞ്ഞതും അതിനെ ബന്ധപ്പെട്ടിട്ടാണ് ഈ ചെങ്ങായി വന്നിട്ട് ഇമാതിരി തെമ്മാടിത്തരം എഴുതി വെച്ച് കൂട്ടിപ്പോയത്. അതിനിടയിൽ എന്തിനടാ ഈ പറഞ്ഞ യേശുദാസ് എന്നുള്ളൊരു ചോദ്യം എനിക്ക് അവിടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിൽ കോമൻറ്റ് സെക്ഷനകത്ത് റിപ്ലൈ വിനായകന് കൊടുക്കുന്ന ആളുകളെ വിനായകൻ തെരഞ്ഞു പിടിച്ച് വീണ്ടും തെറി വിളിക്കും. ഓക്കെ, അപ്പോൾ തെറി കമൻറ്റ് വിനായകൻ ഇട്ട ഒരു വ്യക്തിയെ ആ വ്യക്തിയെ തെറി വിളിക്കുക എന്നുള്ളതാണ് ഒരു മാന്യത. പക്ഷെ ഇവനൊരു സർട്ടിഫൈഡ് തന്തല്ലാത്തരം കാണിക്കുന്നവനായതുകൊണ്ട് വിനായകൻ എന്ത് ചെയ്യും, പോസ്റ്റിനടിയിൽ കയറിയിട്ട് ഈ കമൻ്റ് ഇട്ട ആളെ തെറി വിളിക്കാതെ അവരുടെ വീട്ടിലുള്ളവരെ, അതാണ് ഇവർ ഈ വിനായകൻ്റെ ഏറ്റവും വലിയ ചെപ്പക്കുറ്റിക്ക് അടി കിട്ടേണ്ട കാര്യം എന്താണെന്ന് പറയും. ഇവൻ എന്തെങ്കിലും ഒരാൾ ക്രിട്ടിസൈസ് ചെയ്താൽ ഇവൻ ആ ക്രിട്ടിസൈസ് ചെയ്ത ആളെ നേരിട്ടിട്ട് അയാളെ തെറി പറയുക അല്ലെങ്കിൽ അയാളെ വിമർശിക്കുക, ആ ലൈൻ ഇവനില്ല. ഇവൻ എപ്പോഴും എന്ത് ചെയ്യുന്നു അറിയോ, അവരുടെ വീട്ടുകാരെ പറയും, എസ്പെഷ്യലി ഭാര്യ, മക്കൾ, അങ്ങോട്ട് തുടങ്ങും. അതായത് ഇവൻ്റെ ലൈഫിൽ ഇല്ലാത്ത, ഇവന് കിട്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ, ഇവന് ഒട്ടും വാല്യൂ ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ, മനസ്സിലായില്ലേ? ഇവനും കിട്ടിയിട്ടില്ല, ഇവനും അത് കിട്ടാനുള്ള ചാൻസും ഇല്ല. മനസ്സിലായല്ലോ? ഇവൻ്റെ പാരൻസിൽ നിന്നും കിട്ടിയിട്ടില്ല, ഇവൻ ആസ് എ പാരൻ്റ് എന്നുള്ളത് കൊടുത്തിട്ടുമില്ല. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലുള്ളൊരു വൃത്തികെട്ട ഒരുത്തൻ ഇരുന്ന് വീട്ടുകാരെ അങ്ങോട്ട് തുടങ്ങും പിന്നെ പറയാൻ. പലരും ഇവൻ്റെ ലെവലിലേക്ക് താഴണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവൻ റിപ്ലൈ കൊടുക്കാറില്ല. മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ കമൻറ്റ് ബോക്സിനകത്ത് ഇവൻ അമ്മാതിരി കാര്യങ്ങൾ ഇട്ട് വെച്ചതിൻ്റെ സ്ക്രീൻഷോട്ടും ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇനി യേശുദാസ്, അത് കഴിഞ്ഞിട്ട് അടൂർ ഗോപാലകൃഷ്ണൻ, പിന്നെ വന്നതാണ് ന്യൂസ് 18 റിപ്പോർട്ടർ അപർണ. ന്യൂസ് 18 റിപ്പോർട്ടറിൻ്റെ ഒരു പോസ്റ്റും ഇവൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു സോറി ഇട്ടിട്ടുണ്ടായിരുന്നു. സോറി എന്നുള്ളത് ഒരു അക്ഷരം മാറിയിട്ടതാണെന്നാണ് പലരും പറയുന്നത്. കാരണം വിനായകനായതുകൊണ്ട് ആ സോറി അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ സോറിയുടെ പിന്നിലും ഇവന് വേറൊരു ലൈന് കാണും. അങ്ങനെ ഈ ചങ്ങാതി എന്ത് ചെയ്തു, ഒരു പോസ്റ്റ് ഇടുക. മാപ്രകൾക്കെതിരെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഇട്ടിട്ടുള്ളത്. ഈ സാധനത്തിനകത്ത് ഇവൻ എഴുതി കൂട്ടിയ കുറച്ച് സാധനങ്ങളുണ്ട്. ഭീഷണി എത്രയെന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഈ സൈഡിൽ വെക്കാം. ഇതിങ്ങോട്ട് എഴുതി കൂട്ടിയിട്ട് ഇതിലെ വരികൾ ഞാൻ വായിക്കുന്നില്ല. ഇതിൽ അപർണ എന്ന് പറഞ്ഞിട്ട് ഈ ന്യൂസ് 18 ഈ ആങ്കറിനെ എടുത്ത് പറഞ്ഞ് അവരുടെ ലൈക്ക് ഇതിന് മുന്നത്തെ പോസ്റ്റിൽ അവരുടെ ഫോട്ടോ ഇട്ടു, ഇതിൽ അവരെ എടുത്ത് പറഞ്ഞു. എന്നിട്ട് അങ്ങോട്ട് എഴുതി കൂട്ടിയ തെറിവിളികളാണ് ഈ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇവൻ എന്ത് ചെയ്തു, എഴുതി 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 എഴുതി. ഇതിൽ എസ്പെഷ്യലി നിങ്ങൾ കാണേണ്ട ഒരു വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുലയനുണ്ടായതുകൊണ്ട് പുലയാടി മോനാവുകയും നീ പുലയന് ജനിക്കാത്ത സ്ത്രീ ശരീരമായതുകൊണ്ട് നിന്നെ പുലയാടി മോൾ എന്ന് വിളിക്കാൻ പറ്റാതാവുകയും ചെയ്യുന്ന ഈ സമൂഹത്തിൽ ബ്രാഹ്മണനും നമ്പൂതിരിയും നായരിലും കുറുപ്പിലും വാരിയറിയലും ഇഴവനിലും എല്ലാം കള്ളനും കൊള്ളക്കാരനും കുട്ടികളും അടങ്ങുന്ന വൃത്തികെട്ടവന്മാർ ഉണ്ടാവുമ്പോൾ ആ വൃത്തികെട്ട മനുഷ്യ മൃഗശരീരങ്ങൾ മാത്രം നാണക്കേട് ചാർത്തിക്കൊടുക്കുകയും വിനായകൻ എന്ന മനുഷ്യമൃഗം ചെയ്യുന്ന പ്രവർത്തികൾക്ക് വിനായകൻ്റെ സമൂഹത്തിനാകെ നാണക്കേട് പട്ടം ചാർത്തിക്കൊടുക്കുന്ന നിൻ്റെയൊക്കെ വൃത്തികെട്ട കൂട്ടിക്കൊടുപ്പ് മാധ്യമ ചിന്താഗതിയാണ് യഥാർത്ഥ അസഭ്യം എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ തന്നെ ഒരു കാര്യം കൃത്യമാണ്, ഇതിൽ ഉപയോഗിച്ച വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇയാളുടെ മനസ്സിനകത്ത് ഫുള്ളി ജാതിക്കാടാണ് കിടക്കുന്നത്. മനസ്സിലായില്ലേ?
ഈ ജാതിക്കാർഡിൽ തന്നെ അയാൾ സ്വയം അയാളുടെ ജാതി ഒരു താഴ്ന്ന ജാതി എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നടക്കുന്നത്. മനസ്സിലായോ? അതിൽ ഉപയോഗിച്ച വാക്കുകളിലെ പുലയാടി മോൾ എന്നുള്ള സാധനം തന്നെ അയാൾ പിന്നെ അപർണയെ തെറി വിളിച്ചുകൊണ്ടുള്ളൊരു വോയിസ് സാജൻ സ്കറിയയ്ക്ക് അയച്ച സമയത്ത് അതിനകത്ത് ഉണ്ടെന്നുള്ളത് അപർണ ഇന്നലെ ന്യൂസിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരേ സമയം സ്വയം ജാതിപ്പേരൊരു തെറിയായിട്ടും കണക്കാക്കുന്നുണ്ട്, അത് പല സ്ഥലങ്ങളിൽ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ജാതിക്കാർഡായിട്ടും കണക്കാക്കുന്ന വിനായകൻ്റെ ഡബിൾ ഡാഡി സിൻഡ്രോമാണ് സത്യത്തിൽ ഇതെന്ന് ക്ലിയർ ആവുന്നത്. പിന്നെ അങ്ങനെ ഇതിന് പൂരപ്പാട്ടും തെറിപ്പാട്ടുമായി. അതിന് പോലീസുകാർ വിനായകനെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ച സമയത്ത് എന്തായി? പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് ഇതൊരു കവിതയാണ്, ഇത്രയും തെറി എഴുതിയ പോസ്റ്റ് ഒരു കവിതയാണ്. ഞാൻ നിങ്ങളോട് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, സൊസൈറ്റിയോട്. ഒരു നായരോ നമ്പൂതിരിയോ മേനോനോ വാര്യരോ കുറുപ്പോ ഒക്കെ സോ കോൾഡ് ഹയ്യർ കാസ്റ്റ് എന്ന് സൊസൈറ്റിയിൽ പറയുന്ന, അങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ള ഈ കാസ്റ്റിൽപ്പെട്ട ആരെങ്കിലുമാണ് ഒരു താഴ്ന്ന ജാതി ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ ഒരു പേര് പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേര് എഴുതിയോ, ദളിതനെന്നോ പുലയനെന്നോ പാണെന്നോ ഒക്കെ എഴുതിയിട്ട് ഇതേ വരികൾ, ഈ വൃത്തികെട്ട വാക്കുകൾ എഴുതിയെന്നുണ്ടെങ്കിൽ കേരളത്തിന് ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വേണ്ട, ഇന്ത്യ ഒട്ടാകെ, ഇനി അമേരിക്കൻ പ്രസിഡന്റിന് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവിടെ വരെ പോയിട്ട് അമേരിക്കൻ പോലീസിന് വരെ കംപ്ലൈൻറ്റ് ഇവിടുത്തെ ദളിത് ആക്ടിവിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പം വിനായകൻ എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവൻ ഇവൻ്റെ ജാതിക്കാർഡ് ഉപയോഗിച്ച് ഇവൻ രക്ഷപ്പെട്ടു പോരുന്ന സ്ഥലങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. എന്തൊക്കെ പ്രവർത്തികളിൽ നിന്നാണ്? സ്വന്തം ബാൽക്കണിയിൽ നിന്നിട്ട് നാട്ടുകാർ കാണാൻ എന്ത് അറിയാലോ, കൊല ഷോ കാണിച്ചത്, പിന്നെ തെറിവിളി, ഇവൻ എന്തു ആവാം. ലാസ്റ്റ് ചെല്ലുമ്പോൾ എന്താ? ഛകാവ് വിനായകൻ, ചുവപ്പ് പൊതിഞ്ഞ ഛകാവ് വിനായകനാണ്. പിന്നെ ലാസ്റ്റ് എന്താ? ഈ അച്യുതാനന്ദൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിനെ വരെ ഇവൻ പറഞ്ഞു. ഇവരെന്താ പറയുക, ഇവൻ്റെ എക്സിസ്റ്റൻസിനും ഇവൻ്റെ നിലനിൽപ്പിനും ഇവൻ്റെ മുന്നോട്ട് പോക്കിനും വേണ്ടി ആളുകൾക്കാവാം, പക്ഷെ ഒരു മാന്യത വേണ്ടേ? പേഴ്സണൽ ലൈഫിലെ ദുരന്തം, അതായത് പ്രൊഫഷണൽ ലൈഫിൽ നല്ല കഴിവുള്ളവനും പേഴ്സണൽ ലൈഫിലൊരു കഴിവേറി, അതിൽ കൂടുതലില്ല വിനായകൻ. ഇനി ഈ വിഷയങ്ങൾ ആദ്യം, അതായത് തെറിവിളി, ഇപ്പോൾ ഇന്നലെ വന്ന ഓഡിയോ ഫസ്റ്റ് കിട്ടുന്നത് മറുനാടൻ മലയാളിയിലെ സാജൻ സ്കറിയൊക്കെയാണ്. സാജൻ സ്കറിയ അടക്കം തോറ്റ് ഉത്തരം പറയാതെ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ വിനായകൻ എന്ന് പറയുന്ന ഈ തെറിപ്പാട്ട്, ഈ തെറിയോളി, ഇവൻ ഏത് ലെവലിലെ പ്രിവിലേജ് ഈ നാട്ടിലുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. സാജൻ സ്കറി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ വെക്കുന്നുണ്ട്. അയാൾ എനിക്കിട്ട മെസ്സേജ് പച്ച തെറി വിളിച്ച് എന്റെ ഭാര്യ എന്റെ മക്കളെയൊക്കെ വിളിച്ച് തെറി പിടിച്ചായിരുന്നു. ഞാൻ മറുപടി പറയാൻ പോയില്ല. പിന്നെ അന്ന് രാത്രി മുഴുവൻ അയാൾ എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നു. ഒരു വൈകുന്നേരം തുടങ്ങി, അന്ന് നേരം വെളുത്ത് ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഇതേ മെസ്സേജുകൾ അയാൾ എനിക്ക് രാവിലെ പച്ചത്തെറി പറഞ്ഞു, ഭാര്യയെ ചീത്ത വിളിച്ച്, മക്കളെ ചീത്ത വിളിച്ച്, എന്റെ പെൺകുട്ടിക്ക്, എന്റെ മകൾക്ക് 16 വയസ്സേ ഉള്ളൂ, ആ കൊച്ചിനെ കുറിച്ചൊക്കെ വൃത്തികേട് പറഞ്ഞ് അയാൾ എനിക്ക് എന്തൊക്കെ നമുക്ക് പറയാൻ വയ്യാത്ത തരത്തിലുള്ള വൃത്തികേടുകൾ മാത്രം പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടിരുന്നു. കറക്റ്റാണ് സാജ, അത് കറക്റ്റാണ്. പക്ഷെ നിങ്ങളൊക്കെ നന്മ നിറഞ്ഞ മാധ്യമ പ്രവർത്തകരായതുകൊണ്ട് സാജന എത്തി വന്നതാണ്. അവക്കല്ല തന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, പറയാൻ മറന്നായി. തന്റെ അവക്ക് മാത്രമല്ല, ഈ ലോകത്തിലെ നിറം നിറഞ്ഞ തന്റെ അവക്കും ഞാൻ കൊടുക്കും. ഓക്കെ, നാളെ തന്നെ കൊടുക്കും, പുറത്തു വരും. ഓക്കെ സാജ, നല്ലോണം പത്രപ്രവർത്തനം ചെയ്ത് ജീവിക്ക്. ഓക്കെ, തന്റെ ഭാര്യയും തന്റെ മകളും ഒരുവിധം ഇതുവരെ ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ സാജ, നാളെ എന്തായാലും തന്റെ മകക്കിട്ട് ഞാൻ കൊടുക്കും. ഓക്കെ, അതായത് ഇപ്പോൾ സാജൻ സ്കറിയയ്ക്ക് തെറി കേട്ടു എന്നുള്ളതിൽ കുറേ പേർക്കൊക്കെ സന്തോഷം കാണും. അയാളുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അയാൾ ചെയ്യുന്ന കോണ്ടന്റുകളിൽ ഇഷ്ടമുള്ളവരും ഇല്ലാത്തവരും കാണും. ഓക്കെ, പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അയാൾ ചെയ്യുന്ന കോണ്ടന്റുകൾ അയാളെ വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ആണോ? അല്ലല്ലോ. അയാളുടെ വീട്ടുകാർ, അയാളുടെ 16 വയസ്സുള്ളൊരു കുട്ടി ഇതിലേക്ക് വരുന്നില്ലല്ലോ. വിനായകൻ എന്ന് പറഞ്ഞ ഈ നികൃഷ്ട ജീവിയുടെ മനസ്സിനകത്ത് കിടക്കുന്ന മഞ്ഞപ്പിത്ത് എത്ര ഉണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിൻ്റെ വീട്ടുകാരെ പോലെ നിറമുള്ള വീട്ടുകാർ, അങ്ങനെ എന്തോ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിനകത്ത്. അപ്പോൾ ഇവൻ്റെ മനസ്സിനകത്ത് ഇപ്പോഴും കിടക്കുന്ന ആ ഒരു കഴപ്പുണ്ട്. ഞാൻ കറുത്തവനാണ്, ഞാൻ താഴ്ന്നജാതിപ്പെട്ടവനാണ്, ഞാൻ വളർന്നു വന്നത് ഒരു എന്താ പറയുക കോളനി സെറ്റപ്പ് എന്നാണ്. പക്ഷെ വിനായക, നീ മനസ്സിലാക്കേണ്ടത്, നീ ഇപ്പം നിൽക്കുന്നത് എവിടെയാണ്? സൊസൈറ്റിയിൽ നീ ബാക്കിയുള്ള ഒരു ദളിതനായതുകൊണ്ടും ഒരു പിന്നോക്ക വിഭാഗക്കാരനായതുകൊണ്ടും സൊസൈറ്റിയിൽ നിന്ന് ഇപ്പോഴും ഓരോ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നീ പ്രവർത്തിക്കണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് നീ പറയുന്നതെന്നുണ്ടെങ്കിൽ അതിനൊരു അച്ചടക്കം വേണ്ടേ? അതിനൊരു സഭ്യത വേണ്ടേ?
ഇവിടെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ദളിത് ആക്ടിവിസ്റ്റുകളായ വളരെ കൃത്യമായി കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് സൊസൈറ്റിയിൽ ദളിതർക്കെതിരെ നടക്കുന്ന ഓരോ അട്രോസിറ്റി അഡ്രസ്സ് ചെയ്ത് അതിൽ വ്യക്തമായ നിലപാടും കാര്യങ്ങളും പറയുന്ന ആളുകൾ ഈ നാട്ടിലുണ്ട്. അവരെ വരെ ഡിഫെൻസീവ് ആക്കുന്ന രീതിയിൽ ഒരു ദളിത് കാർഡ് മുന്നോട്ട് വെച്ചുകൊണ്ട് നീ അടിക്കുന്ന ഈ തെമ്മാടിത്തരം സൊസൈറ്റി ഒഴിവാക്കുന്ന എന്താ പറയുക, ഒന്നില്ലെങ്കിൽ നീ പ്രാന്തനാണ് എന്നുള്ളൊരു ടാഗ് നിനക്ക് തന്നിട്ടുണ്ട് നാട്ടുകാർ, അല്ലെങ്കിൽ നീ അതിലും മുഴുത്ത വേറെന്തോ സാധനം അടിച്ചിട്ടാണ് നീ ചെയ്യണമെന്നുള്ളൊരു അങ്ങനെ ഒരു സംഗതിയാണ് നാട്ടുകാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിന്നെ പേടിച്ചിട്ടോ നിൻ്റെ രാഷ്ട്രീയം പേടിച്ചിട്ടോ നിൻ്റെ നാവിന്ന് വരുന്ന പുഴുത്ത ഈ വർത്താനം പേടിച്ചിട്ടോ അല്ല നാട്ടുകാർ നിന്നെ ഒഴിവാക്കി വിടുന്നത്. അവർക്ക് മാന്യത ഉണ്ട്, നിനക്കില്ല. അതാണ് അതിലെ വ്യത്യാസം. മനസ്സിലായോ? അതിനിടയിൽ ജാതിയില്ല, മതവും ഇല്ല, ഒന്നുമില്ല. ആസ് എ ഹ്യൂമൻ ബീങ് പ്രൊഫഷണൽ ലൈഫിൽ നീ സക്സസ് ആണ്, പേഴ്സണൽ ലൈഫിൽ നീ സീറോ ആണ്. ആ സീറോ ആവാനുള്ള കാരണം എന്താ പറയുക, നിൻ്റെ ലൈഫിൽ ഒന്നുമില്ല. നീയായിട്ട് കളഞ്ഞു കുളിച്ചു പേഴ്സണൽ ലൈഫ് മൊത്തം. അങ്ങനെ പേഴ്സണൽ ലൈഫ് ഒന്നുമില്ലാതെ സീറോയിൽ വന്ന് നിൽക്കുന്ന ഒരുത്തൻ്റെ കരച്ചിലാണ് നീ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ളവരുടെ കുടുംബത്തെ കയറി തീർക്കുന്നത്. കയ്യൂക്കുള്ള ആൺകുട്ടികളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ വായിലെ പല്ലിൻ്റെ എണ്ണം കുറയുമ്പോൾ വിനായകൻ എന്ത് പഠിക്കും? കുറച്ചൊരു സഭ്യത പഠിക്കും. മനസ്സിലായോ? പണ്ട് ഗുണ്ടായിസം കാണിച്ച് കിടന്ന ഗുണ്ടയാണ്, പണ്ട് ഗുണ്ടയാണ് എന്നൊക്കെ ഉള്ള ഇൻഡസ്ട്രിക്കകത്തും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം ആ പിച്ചാത്തിയും ഗുണ്ടായിസവും കൊണ്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ നല്ല കയ്യൂക്കുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ അതിലെ പല്ലടിച്ച് ഒഴിക്കും. ഇതേ വർത്താനം പുറത്തിറങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി നട്ടപ്പാതിരയാവുമ്പോൾ കള്ളന്മാരെ പോലെ കഴപ്പ് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആളുകളെ പോലെയൊക്കെ, കള്ളന്മാർക്ക് പിന്നെയും സ്റ്റാൻഡേർഡ് ഉണ്ട്, കഴപ്പ് തീർക്കാൻ ഇറങ്ങുന്ന ടീംസിനെ പോലെ ഇറങ്ങി ഇരുട്ട് വാക്കിൽ 4 പോസ്റ്റ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഇതേപോലെ ആർക്കെങ്കിലും 4 വോയിസ് അയച്ചിട്ട് അങ്ങനെ തീർക്കേണ്ടി വരും എൻ്റെ ഈ കരച്ചിൽ. മനസ്സിലായോ? അതിലും കൂടുതൽ വിനായകയില്ല. ഒരു ബീരുവിൽ കുറഞ്ഞൊന്നുമല്ല വിനായകൻ. ഒരു ബീരു, പക്ക ബീരു, പേടിത്തൂറാൻ, അതിനപ്പുറം ഇല്ല വിനായകൻ എന്നുള്ളതാണ് എനിക്ക് വിനായകൻ്റെ ഈ അടുത്ത കാലത്തുള്ള എല്ലാ ചെയ്തികളിൽ നിന്നും എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇതിപ്പം ഈ അപർണയുടെ മെസ്സേജ് ഇട്ട കൂടെ ഇട്ടതാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ കുറേ വൃത്തിയായിട്ട് ഞാൻ ഇഗ്നോർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇയാളുടെ മെസ്സേജ് ഒന്നും എടുക്കേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ അപർണയെ ചീത്ത വിളിച്ചുകൊണ്ട് മെസ്സേജ് ഇട്ടു. അപ്പോ അതിങ്ങനെ ഇത് മുമ്പ് നമ്മൾ ആദ്യം കേൾപ്പിച്ച മെസ്സേജ് അടക്കം കുറെ മെസ്സേജ് ഇട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ അപർണയോട് പറയാനുള്ളത് എന്നോട് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഇപ്പോഴത്തെ മെസ്സേജ് വന്നത്. അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് വീണ്ടും എനിക്ക് മെസ്സേജ് ഇട്ടത്. എനിക്കറിയത്തില്ല എന്തിനാണ് അപർണയ്ക്കുള്ള മെസ്സേജ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ പലർക്കും ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഞാനും ഇയാൾ തമ്മിൽ ഒരു ബന്ധമില്ല. ഞാൻ ഈ 2 വോയിസ് മെസ്സേജ് ആകെപ്പാടെ ഇയാൾക്ക് മറുപടി ആയിട്ട് ഇട്ടിട്ടുള്ളൂ. ആദ്യം ഒരിക്കൽ എന്താ വിവരം പറയാൻ പറഞ്ഞു, ഇപ്പൊ എന്തിനാണ് അപർണയ്ക്കുള്ള മെസ്സേജ് എനിക്ക് ഇടുന്നതെന്ന് ഞാൻ ചോദിച്ചു. കാരണം അയാളെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ജാത്യാധിക്ഷേപം എന്ന് പറഞ്ഞ കേസ് വരാം. ഞാൻ അനുഭവിച്ചതാണ് ഒരു കേസ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, നിർഭാഗ്യവശാൽ അയാൾ ദളിത് സമൂഹത്തിൽപ്പെട്ട ആളായതുകൊണ്ട് എന്നെ അയാൾ പച്ചത്തെറി വിളിച്ചാലും ഞാൻ അതേക്കുറിച്ച് പ്രതികരിച്ചാൽ അയാൾ ഒരു പക്ഷേ അങ്ങനെയൊന്നുമുള്ള പ്രിവിലേജ് യഥാർത്ഥത്തിൽ ദളിത് വിഭാഗത്തിനുമില്ലല്ലോ. ഇതിപ്പോൾ പ്രിവിലേജ് ഒക്കെ ദളിത് വിഭാഗത്തിനുണ്ട്. പ്രിവിലേജ് ദളിത് വിഭാഗത്തിന് വേണം. കാരണം ഇവിടെ അടിച്ചമർത്തപ്പെട്ട ഒരുപാട് ദളിതർ ഇപ്പോഴും ഉണ്ട്. നിറം കൊണ്ടും ജോലി കൊണ്ടും അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഒക്കെ അടിച്ചമർത്തപ്പെട്ട ഒരുപാട് ദളിതരുള്ള ഒരു നാടാണിത്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചെന്താ പറയുക, ഒരു മിനിമം മാന്യത കാണിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. പക്ഷെ ഇതല്ല. ഇത് സ്വയം ലാഭത്തിന്, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം. ഈ വിനായകൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഭയങ്കര ആത്മീയത പറയുന്ന ഒരാളാണ്. ബാബാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന ആത്മീയതയുടെ അത് പറഞ്ഞു തുടങ്ങിയാൽ നമുക്കൊരു അറ്റവും മൂല്യം മനസ്സിലാവാത്ത രീതിയിലുള്ള ആത്മീയത പറയുന്ന ഒരാൾ. എന്നാൽ സ്വന്തം പേഴ്സണൽ ലൈഫിൽ ആത്മീയതയില്ല, ഒരു കോപ്പുമില്ല. വേറൊരാളുടെ ജീവിതത്തേക്ക് കടന്നു കയറി അയാളുടെ വീട്ടുകാരെ അടക്കം തെമ്മാടിത്തരവും തെറിയും വിളിച്ച് നടക്കും. ഷാജൻ സ്കറിയെ പോലുള്ളവർ സ്വന്തം മകളെ പറഞ്ഞിട്ട് പോലും ഇവനെതിരെ ഒരു ആക്ടും ചെയ്യാതെ, ഒരു കേസ് പോലും കൊടുക്കാതെ നടക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കും. ഇവിടെ കൊടുത്തിട്ട് കാര്യമില്ല. ഷാജൻ സ്കറിയെ പറഞ്ഞ പോലെ വിനായകനെതിരെ കേസ് കൊടുത്താൽ ദളിതനെതിരെ, ഈ നാട്ടിലുള്ള ദളിതർക്കെതിരെ കേസ് കൊടുത്തു എന്നുള്ള രീതിയിൽ വളച്ചൊടിച്ച് അതിൽ സംസാരിക്കാനും അത് ഷാജൻ സ്കറിയക്കെതിരെ കൊണ്ടുവരാനും ആളുകൾ കാണും. മനസ്സിലായോ? അപ്പം ഇത് ഈ രീതിയിലുള്ളൊരു പ്രിവിലേജ് എപ്പോഴും തൂക്കിപ്പിടിച്ച് നടന്നിട്ട് ആ പ്രിവിലേജിൻ്റെ ബലത്തിലിരുന്നിട്ട് കുണ്ണ അടിച്ചുകൊണ്ടിരിക്കുന്ന ഇവനെ പോലുള്ളവരുടെ ഒരു അവസ്ഥയെ ഞാൻ ആലോചിക്കും. ഇത് താങ്ങാനും ആൾക്കാരുണ്ട്. കമൻറ്റ് ബോക്സിനകത്ത് ഇത് മാസമായിട്ട് ഇത് താങ്ങാനും ഇവനെ എടുത്ത് പൊക്കിപ്പിടിച്ച് നടക്കാനും ആൾക്കാരുണ്ട്. കാര്യമുള്ള കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നതിനൊരു പ്രശ്നവുമില്ല. അലവരാതിത്തരം വിളിച്ച് പറയുന്ന ഒരുത്തന് എന്തിന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് എനിക്കിപ്പോഴും ഒരു പിടുത്തവും കിട്ടുന്നില്ല. എന്താണെങ്കിലും ഇനി അപർണയെ വിളിച്ചത് കംപ്ലീറ്റ്ലി ഇവിടെ വെക്കാൻ പറ്റില്ല. പക്ഷേ സൈഡിൽ ഞാനത് കുറച്ച് വെച്ചിട്ട് ബാക്കി അപർണ പറയുന്നത് നിങ്ങൾ കേട്ടോ. എടി അപർണേ, ഞാൻ ഇന്ന് റെഡിയാണ് നിന്നെ
കുറുപ്പല്ല നിന്റെ തന്ത ാണ് നിന്റെ തന്ത. എനിക്ക് നിന്നോട് പ്രണയം തോന്നി. ഇരിപ്പിക്കുന്ന കെട്ടി നീ എൻ്റെ കൂടെ വരോ എൻ്റെ മോളെ. വ്യക്തിപരമായിട്ടുള്ള ഒരു അധിക്ഷേപത്തിലൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പം പല ഭാഗങ്ങളും നമ്മൾ കേൾപ്പിക്കാതെ വിട്ടത്, അത് ബീപ്പ് ചെയ്ത് വിട്ടിരിക്കുന്നത് പുലയാടി മോളെ എന്നുള്ളൊരു വാക്കാണ്. അത് ഒരു കവിത, അച്ഛൻ്റെ കവിതയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ തന്നെ പറഞ്ഞതാണ്. അത് ആ ഒരു വാക്കാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത് അതിനകത്തൊക്കെ. രണ്ട് കാര്യമാണ്. ഒരു തികഞ്ഞ ഒരു അറ്റൻഷൻ സീക്കിങ്, ഒരു മീഡിയ അറ്റൻഷൻ ഉണ്ടാക്കാനുള്ള ഒരു നീക്കം. രണ്ടാമത്തത് അതൊരു തികഞ്ഞ ഭീരുത്വമാണ്. കാരണം മാധ്യമപ്രവർത്തകനായ ഷാജൻ സ്കറിയയ്ക്കാണ് ഈ ഓഡിയോ അയച്ചു കൊടുത്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നേരിട്ട് അയച്ചു കഴിഞ്ഞാൽ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് വളരെ കരുതലോടുകൂടി തന്നെ അത് നേരിടുകയും ചെയ്തിരിക്കുന്നു. വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശമോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും വിമർശനമോ വിനായകനെ പോലെ ഒരു നടനെതിരെ എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്ന കൂട്ടത്തിലൊക്കെ തന്നെയാണ്. പക്ഷേ ചില ആൾക്കാർ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പ്രതികരണങ്ങൾ അർഹിക്കാത്തതാണ്. ഇപ്പം പ്രതികരണങ്ങൾ അർഹിക്കാത്ത തരത്തിലുള്ള ഒരു വിഭാഗമാണ് വിനായകൻ എന്ന് കരുതുന്നത് കൊണ്ട് അങ്ങനെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശം ഞാൻ ഈ വിഷയത്തിന് ശേഷവും നടത്തിയിട്ടില്ല. പക്ഷേ ഒരു സ്റ്റേറ്റ് അവാർഡ് വിന്നറാകുകയും അങ്ങനെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വേദികളിലൊക്കെ എത്തുകയും ചെയ്യുന്ന ഒരാൾക്ക് സമൂഹത്തോട് കാണിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. ഇത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായതുകൊണ്ടാണ് പോലീസ് വിളിക്കുകയും കവിതയാണ് എന്ന് പറയുന്നത്. നമ്മുടെ ഡിജിറ്റൽ നയത്തിനൊരു വിഷയം കൂടെ അതിനകത്തുണ്ട്. അതേസമയം ആ നയമുള്ളപ്പോഴും എത്ര പേരെ അറസ്റ്റ് ചെയ്ത് അകത്തൊക്കെ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നിയമപാലന സംവിധാനവും ഭരണകൂടവും ഒക്കെ സ്വയം ചോദിക്കേണ്ട കാര്യമാണ്. ആ പോസ്റ്റുകൾ മുഴുവൻ പിൻവലിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പോസ്റ്റുകൾ മുഴുവൻ പിൻവലിച്ചതിന് ശേഷം മറുനടൻ മലയാളി ഷാജൻ സ്കറിയയുടെ പോർട്ടലും അങ്ങനെ ഒരു വീഡിയോ വിനായകനെ വിമർശിച്ച് ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ആ വീഡിയോയ്ക്ക് ശേഷമാണ് ഈ ഓഡിയോ അയച്ചു കൊടുത്തിരിക്കുന്നത്. അത് ഈ ഓഡിയോ അയച്ചു കൊടുക്കുക, മറ്റ് പലർക്ക് ഈ ഓഡിയോ അയച്ചു കൊടുക്കുക എന്നതിലൂടെ തികഞ്ഞ ഒരു ശ്രദ്ധ ക്ഷണിക്കുക എന്നുള്ളതാണ്. പുച്ഛത്തോടുകൂടി കളയുകയാണ്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശം നടത്താൻ പോലും അർഹമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് കരുതുന്നില്ല. ഇത്തരം ചില സംഭവങ്ങളെയും ചില വ്യക്തികളെയൊക്കെ നമ്മൾ സമൂഹത്തിൽ ആ രീതിയിൽ ഒരു അറ്റൻഷൻ കൊടുത്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം പോലും ഉണ്ട് എന്ന് കരുതുന്നില്ല. ആക്ച്വലി എന്താ പറയുക, സൊസൈറ്റിയിൽ ചില ആളുകളെയും ചില അവരുടെ പ്രവർത്തികളും അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യണം. അത് ഞാനും പറയും. ചില കാര്യങ്ങൾ വിനായകനെ ഇഗ്നോർ ചെയ്യുന്നതോട് കൂടിയിട്ട് വിനായകൻ എന്താ പറ്റുന്ന പറയുക, പ്രിവിലേജ് കിട്ടുകയാണ്. വിനായകൻ്റെ ഫേസ് ചെയ്യാൻ പറഞ്ഞില്ല. പ്രൊഫഷണൽ ലൈഫിൽ ഇയാൾ നല്ല നല്ല വർക്കുകൾ ചെയ്ത് പ്രൊഫഷണലി ഒരു വർമ്മൻ എഫക്റ്റ് കൊണ്ടുവരുമ്പോൾ ഇയാൾക്ക് കൈ അടിച്ചിട്ട്, ഇപ്പം ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും ഇപ്പോൾ ഇയാളുടെ സിനിമ ഇറങ്ങുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ അടിപൊളി വിനായകൻ, അത് പ്രൊഫഷണൽ ലൈഫിൽ അയാൾ കാണിക്കുന്ന അയാളുടെ വർക്കിൻ്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന റെസ്പെക്റ്റാണ്. ഇത് കിട്ടുന്നതോട് കൂടിയിട്ട് ആളുകൾ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഈ പറയുന്ന ഞാനടക്കം ചിലപ്പോൾ അടുത്തൊരു സിനിമ അയാളത് ഇറങ്ങി കഴിയുമ്പോൾ അയാളെ കണ്ട് കൈ അടിച്ചിട്ട് പിന്നെ അയാൾ ഈ ചെയ്ത പ്രവർത്തികളൊക്കെ നമ്മൾ ഓഡിറ്റ് ചെയ്യാതെ വിട്ടുപോകാണ് നടക്കാറ്. സ്വാഭാവികമായിട്ട് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവിക്കുമ്പോൾ പ്രശ്നം എന്താ അറിയോ, അതൊരു പ്രിവിലേജ് ആയിട്ട് വിനായകന് കിട്ടുകയാണ്. ഒരു പടം ഇറങ്ങുമ്പോൾ അതൊക്കെ എല്ലാവരും മറക്കും. ഞാൻ പിന്നെ ഇതേപോലെ പേഴ്സണൽ ലൈഫിൽ തെമ്മാടിത്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ള സ്കീമിൽ ഒരു ലൈനിൽ അങ്ങനെ പോകും. ഇഗ്നോർ ചെയ്താൽ അതാണ് വിഷയം പറ്റുന്നത്. ഞാൻ പറയുമ്പോൾ ഇയാളെ എല്ലാത്തിൽ നിന്നും മാറ്റി നിർത്തണം. ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഗ്നോർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൊഫഷണൽ ലൈഫിലും ഇയാൾക്ക് അത്ര നല്ല നടനാണെന്നുണ്ടെങ്കിലും, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ നടനാണെങ്കിൽ പോലും പേഴ്സണൽ ലൈഫിൽ ഇതേപോലെ നാട്ടുകാരെ കുടുംബത്തെ കയറി ചൊറിയുന്നൊരു സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിൽ, തെമ്മാടിത്തരങ്ങൾ ഇതേപോലെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ വിളിച്ച് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാറ്റി നിർത്തി കൊണ്ടുപോയി ഒറ്റപ്പെടുത്തുക. സൊസൈറ്റി ഒന്നാകെ സിനിമകൾ കൊടുക്കാതിരിക്കുക, പ്രോഗ്രാംസിന് വിളിക്കാതിരിക്കുക, ഒരു രീതിയിൽ ഒരു കാര്യം ചെയ്യാതിരിക്കുമ്പോൾ പഠിക്കും. അപ്പം നാവടങ്ങും. മനസ്സിലായോ? അപ്പം നാവും അടങ്ങും, ഈ തണ്ട് കുറയും ചെയ്യും. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നല്ല പ്രൊമോഷനാണല്ലോ ഇതിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാനും പറ്റില്ല. കാരണം ജനങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറിപ്പോയുള്ള സിനിമകൾ കാണാതിരിക്കുക, അല്ലെങ്കിൽ ബാക്കി ഫിലിം ഫെറ്റേണിറ്റിയിൽ ഇയാളെ ഒഴിവാക്കി നിർത്താൻ നമുക്കുള്ള ചെയ്യാൻ പറ്റില്ല. കാരണം എങ്ങനെ ഏത് ധൈര്യത്തിൽ ഇയാളെ വെച്ച് ഒരാളൊരു സിനിമ എടുക്കും? പകുതിക്ക് ഇതേപോലെ അയാളൊരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് തെറി പറഞ്ഞ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് ഡ്രോപ്പ് ആവില്ലേ? പൈസ അത്രയും ഇൻവെസ്റ്റ് ചെയ്ത് പോകില്ലേ? ഇയാൾ ചൊറയാണ്. ഇയാളുടെ പേഴ്സണൽ ലൈഫ് കാരണം ഇയാളുടെ പ്രൊഫഷണൽ ലൈഫിൽ വരെ ചൊറ കയറും. ഇയാളെ മാറ്റി നിർത്തണം, അങ്ങനെ കംപ്ലീറ്റ്ലി മാറ്റി നിർത്തണം. അല്ലെങ്കിൽ ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും ഇയാൾക്കെതിരെ ഇറങ്ങി കേസ് കൊടുക്കണം. കേസ് എടുക്കുകയോ ഇല്ലേ വേറെ കാര്യം, കവിതയാണല്ലോ, ജയിലിലിരുന്ന് പാടിക്കോട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ടുപോയിരുത്തി അവിടെ ഇരുന്ന് പാടിക്കോളും. കവിതയാണല്ലോ, കേട്ടോട്ടെ, കമ്മികൾക്ക് കേൾക്കാമല്ലോ. അതെന്ത് പറയാനാണ് ഇതിനെ കുറിച്ചിട്ട്?
ഇത്രയും നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു ബോധവും വെളിവില്ലാത്ത ഒരുതിനെ ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല.